ഹലോ, ഫിക്ഷൻ്റെ സെക്ഷനിൽ ലാസ്റ്റ് ഷോർട്ട് സ്റ്റോറിയാണ് ഇന്ന് നോക്കുന്നത്. ടൈറ്റിൽ ഫയർ ബൈ എസ് സിതാര. ലെറ്റ്സ് റീഡ് ദ ഇൻട്രൊഡക്ഷൻ. എസ് സിതാര is a short story writer and translator. Her major short story collections are അഗ്നിയും കഥകളും, വേഷപ്പകർച്ച, നൃത്തശാല, ഇടം, ഉഷ്ണഗ്രഹങ്ങളുടെ സ്നേഹം and so on. Most of her works focus on the insensitivity and cruelty shown by the patriarchal society towards women, denying them their legitimate space and freedom, commodifying them, imprisoning them within the domestic ambit, taking them their bodies and their duties for granted, and so on. But Sidara's women are not doormats. They grow stronger when challenges become very oppressive. They rebel. They walk out of humiliating circumstances and they seek out their authentic identities. About Priya, the main character in her story Agni, Sidara remarked that after writing the story, I felt the character was not even half as powerful as I intended her to be. Sidara won the Kada Award for the Best Malayalam Story for her story Salvador Dali and the Geetha Hiranyan Award for her anthology Veshapakarcha. More significantly, she won the Sahitya Academy Golden Jubilee Award for her contributions to Indian literature in 2004. So, S. Sidara, who is a short story writer and translator, was born in 1976. എസ് സിതാരയുടെ മെയിനായിട്ടുള്ള ഷോർട്ട് സ്റ്റോറി കളക്ഷൻസ് ആണ് അഗ്നിയും കഥകളും, വേഷപ്പകർച്ച, നൃത്തശാല, ഇടം, ഉഷ്ണഗ്രഹങ്ങളുടെ സ്നേഹം തുടങ്ങിയവ. സിതാരയുടെ കൂടുതൽ വർക്കുകളും ഫോക്കസ് ചെയ്തിരിക്കുന്നത് സമൂഹത്തിൽ പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ആ ഇൻസെൻസിറ്റിവിറ്റി, അവരനുഭവിക്കുന്ന ക്രൂവൽറ്റി, അവർക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളും സ്പേസും കിട്ടാതെ വരിക, അതുപോലെ സ്ത്രീകളെ കമ്മോഡിഫൈ ചെയ്യുക, അവരെ ഇംപ്രിസൺ ചെയ്യുക, ആ ഡൊമസ്റ്റിക് ആംബിറ്റിനകത്ത് അവരെ ഒതുക്കി നിർത്തുക തുടങ്ങിയവയാണ് സിതാര കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എന്നാൽ സിതാര പ്രസൻറ്റ് ചെയ്യുന്ന തൻ്റെ കഥകളിലൂടെ പ്രസൻറ്റ് ചെയ്യുന്ന സ്ത്രീകളെല്ലാം തന്നെ വളരെ സബ്മിസീവ് ആയിരുന്നില്ല, ഡോർമേറ്റ്സ് ആയിരുന്നില്ല. സിതാര പ്രസൻറ്റ് ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊക്കെയും തന്നെയും അവരനുഭവിച്ചു കൊണ്ടിരുന്ന പല ഹ്യൂമിലിയേറ്റീവ് സർക്കംസ്റ്റാൻസിൽ നിന്ന് പുറത്ത് പോകുന്ന ആൾക്കാരായിരുന്നു. അവർ റെബൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഫീൽഡിനകത്ത് നിന്ന് അവർ പുറത്തേക്ക് പോവുകയും സ്വന്തം ഐഡൻറ്റിറ്റി കണ്ടെത്തുകയും ചെയ്യുന്ന വ്യക്തികളായിരുന്നു. നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന ഫയർ അല്ലെങ്കിൽ അഗ്നി എന്ന ഈ കഥയ്ക്കകത്ത് വരുന്ന മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് പ്രിയ എന്നൊരു ലേഡിയാണ്. ഈ പ്രിയ എന്ന ലേഡിയെക്കുറിച്ച് സിതാര തന്നെ പറയുന്നത്, ഈ കഥ എഴുതി കഴിഞ്ഞതിന് ശേഷം അവർക്ക് തോന്നിയത് തൻ്റെ ക്യാരക്ടറുള്ള പ്രിയ താൻ ഉദ്ദേശിച്ച അത്രത്തോളം പവർഫുൾ ആയിട്ടില്ല എന്നുള്ളതാണ്. എസ് സിതാരയ്ക്ക് സാഹിത്യ അക്കാദമി ഗോൾഡൻ ജൂബിലി അവാർഡ് ഉൾപ്പെടെ വളരെയധികം അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കഥയിലേക്ക് പോകാം. ഫയർ ബൈ എസ് സിതാര. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സൈക്ലിംഗ് വാസ് നോട്ട് ക്വൈറ്റ് പ്രിയാസ് കപ്പ് ഓഫ് ടീ. ഇതിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് പ്രിയ എന്നൊരു പെൺകുട്ടിയാണ്. അവൾ മാരീഡ് അല്ല. ഈ ഒരു പെൺകുട്ടി, അവൾക്ക് സൈക്ലിംഗ് അത്രത്തോളം താല്പര്യം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ തുടങ്ങുന്നത്. എന്നാൽ ഈ പെൺകുട്ടി പ്രിയ ജോലിക്ക് പോകുന്നത്, അവളുടെ ഓഫീസ് എന്ന് പറയുന്നത് റോഡിൽ നിന്ന് അവൾ ബസ് കയറിയിട്ടാണ് ഓഫീസിലേക്ക് പോകുന്നത്. എന്നാൽ തൻ്റെ വീട്ടിൽ നിന്ന് റോഡ് വരെ എത്തുന്ന ആ ഒരു സമയം ഒരു 10 മിനിറ്റ് അവർക്ക് റൈഡ് ചെയ്യാനുണ്ട്. അല്ല, വളരെ കുറച്ച് മരങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള, വളരെ ചുറ്റും ഒരു ചെറിയൊരു നാരോ ലൈൻ വഴിയാണ് അവൾക്ക് പോകേണ്ടത്. സോ ആ റോഡിൽ നിന്ന് വീട് വരെയുള്ള അത്രയും ദൂരം വളരെ ഇരുണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ രാത്രി ആകുമ്പോഴേക്കും കൂടുതൽ ഡാർക്കറായിരിക്കും. അപ്പോൾ പകൽ തന്നെ അവിടെ ചുറ്റും 2 സൈഡിലും വളരെ ഡെൻസായിട്ടുള്ള ഷ്രബൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ഇരുണ്ട ഒരു സ്ഥലമാണ്, വളരെ ഞെരുങ്ങിയ ഒരു ചെറിയൊരു വഴിയാണ്. അപ്പോൾ അതുവഴി ഒരു 10 മിനിറ്റെങ്കിലും യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തേക്ക്, അത്രയും ദൂരം യാത്രയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഡിപ്പെൻഡ് ചെയ്തതാണ് സൈക്കിൾ. പകൽ പോലും ആ വഴിയിൽ കൂടെ യാത്ര ചെയ്യാനായിട്ട് പ്രിയയ്ക്ക് ചെറിയ പേടിയാണ്. അതുവഴി പോകുമ്പോഴെല്ലാം തന്നെ അവളൊന്ന് നോക്കാറുണ്ട്, ഏതെങ്കിലും കഴുകൻ കണ്ണുകൾ തന്നെ നോക്കുന്നുണ്ടോ, ആരെങ്കിലും തന്നെ ഉപദ്രവിക്കാൻ വരുന്നുണ്ടോ, ഒരു ചെറിയൊരു ടെൻഷനോട് കൂടെ തന്നെയാണ് അത്രയും ദൂരം അവൾ പാസ് ചെയ്ത് പോകുന്നത്. എന്നാൽ കുഴപ്പമൊന്നും വരില്ല എന്ന് മനസ്സിലുറപ്പിച്ച് അവളൊരു കോർണർ തിരിയുമ്പോഴേക്കും അവൾ പെട്ടെന്ന് സൈക്കിൾ നിർത്തുന്നു. അവൾ കാണുന്നത് 3 men stood in the middle of the road. 3 പേര് ആ റോഡിന് നടുവിലായിട്ട് നിൽക്കുന്നതാണ്.
കുറച്ച് സന്ധ്യാസമയമാണ്, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന സമയമാണ്, കുറച്ച് സന്ധ്യയാണ്. അപ്പോൾ ചുറ്റും മരങ്ങളുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ ഇരുട്ടാണ്. എങ്കിൽ പോലും ആ 3 പേരുടെ ഫേസും അവൾക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ആരാണെന്നുള്ളത് അവൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൽ ഒന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നത് സഞ്ജീവ്. അയാൾ പ്രിയയുടെ ഓഫീസിനടുത്തായിട്ട് ഒരു ടെലിഫോൺ ബൂത്ത് നടത്തുകയാണ്. അവളൊന്ന് പകച്ചുപോയ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ 3 പേരും മുന്നോട്ട് വന്നിട്ട് അവളെ സൈക്കിളിൽ നിന്ന് പിടിച്ച് താഴേക്ക് ഇടുന്നുണ്ട്. അതിൽ ഒരാൾ അവളെ വലിച്ചിഴച്ച് താഴേക്ക് തള്ളിയിടുന്നു. രണ്ടാമത്തെ ആൾ അവിടെ വായ് പൊത്തിപ്പിടിക്കുന്നുണ്ട്. ഒരു ശബ്ദവും പുറത്ത് കേൾക്കാതിരിക്കാനായിട്ട് വായ് പൊത്തിപ്പിടിക്കുന്നു. മൂന്നാമത്തെ ആൾ അവിടെ ഡ്രസ്സെല്ലാം മാറ്റാനായിട്ട് തുടങ്ങി. പ്രിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാനിറ്ററി പാഡ് ഉൾപ്പെടെ എല്ലാ ഡ്രസ്സും അവർ മാറ്റിക്കഴിഞ്ഞു. ഈ സമയത്ത് പ്രിയയ്ക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ മസ്റ്റ് ബി ദ മോസ്റ്റ് ഹ്യൂമിലിയേറ്റഡ് വുമൺ ഓൺ ദ എർത്ത്. ഭൂമിയിലെ തന്നെ ഏറ്റവും ഹ്യൂമിലിയേറ്റഡ് ആയ ഒരു സ്ത്രീയാണ് താനെന്ന് ആ സമയത്ത് പ്രിയയ്ക്ക് തോന്നി. സഞ്ജീവാണ് ആദ്യം പ്രിയ റേപ്പ് ചെയ്യുന്നത്. ഈ സമയത്ത് പ്രിയ മറ്റ് 2 പേരെയും കാണുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രത്തോളം പ്രായമുള്ളൊരു മനുഷ്യനല്ല, ഒരു കൊച്ചു പയ്യനാണ്. മീശ പോലും ശരിക്കും മുളച്ചിട്ടില്ലാത്തൊരു പയ്യൻ. രണ്ടാമത്തെ ആളിനെ അവൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അത് അവൾ നേരത്തെ എങ്ങനെയോ മനസ്സിലാക്കിയതാണ്. ആളുടെ പേര് രവി എന്നാണ്. പ്രിയ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നോട് മോശമായിട്ട് പെരുമാറിയതിന് ഒരിക്കൽ പ്രിയ ഈ രവിയെ അടിച്ചിട്ടുണ്ട്. സഞ്ജീവ് മാറിയതിന് ശേഷം നെക്സ്റ്റ് രവിയാണ് വരുന്നത്. രവി വന്ന് ആദ്യം അവളെ മുഖത്ത് നല്ലപോലെ അടിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: യു ബ്ലഡി ബീച്ച്. ഹി സ്പാറ്റ് ഔട്ട്, ഷോയിങ് ഹെർ കണ്ടംപ്ച്വസ്ലി. യു ആർ ഓൺലി ബിഗിനിങ് ടു ലേൺ ഹൗ ഇറ്റ് വിൽ ബി ഇഫ് യു പ്ലേ വിത്ത് മെൻ. ആണുങ്ങളോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളെ അടിക്കുന്നുണ്ട്. അതിനുശേഷം രവിയും അവളെ റേപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് പ്രിയ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഷി ഫെൽറ്റ് ഷി വാസ് കമ്മിങ് അപ്പാർട്ട് ലൈക്ക് an unscrewed wooden contraption. The most dispossessed woman on earth, she thought to herself. Someone had staked his claim even on her menstrual blood. രവി മാറിക്കഴിഞ്ഞ സമയത്ത് ആ മൂന്നാമത്തെ പയ്യൻ വരുന്നുണ്ട്. As he touched her body somewhat tremulously, Priya closed her eyes, tasting the salt of tears on her lips. ആ പയ്യൻ വരുന്ന സമയത്ത് അവൾക്ക് അവളുടെ ചുണ്ടുകളിൽ ഒരു കണ്ണുനീരിൻ്റെ ഉപ്പുരസം അനുഭവപ്പെട്ടു. എന്നാൽ ആ മനുഷ്യൻ, ആ മൂന്നാമത് വന്ന ആ ചെറിയ പയ്യൻ, ഒരു ഇൻകംപ്ലീറ്റ് ഡോമിനേഷന് ശേഷം അവൻ അവിടെ നിന്ന് മാറുകയാണ് ചെയ്യുന്നത്. 3 പേരും പ്രിയ നോക്കി കിടക്കുന്ന സമയത്ത് തന്നെ 3 പേരും ബൈക്കെടുത്ത് തിരിച്ചു പോകുന്നുണ്ട്. ഈ സമയത്ത് പ്രിയയ്ക്ക് തോന്നുന്നത് തൻ്റെ ശരീരം ഒരു ഫിൽത്ത് കൊണ്ട്, അഴുക്ക് കൊണ്ട് നിറഞ്ഞ ഒരു വസ്തുവായിട്ടാണ് പ്രിയയ്ക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്ത് അവളൊരു ടെലിവിഷൻ ആഡ് ഓർക്കുന്നുണ്ട്. ഹരാസ്മെൻറ്റ് വിക്ടിംസിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു ടെലിവിഷൻ ആളവളുടെ മൈൻഡിലേക്കൊന്ന് പാസ് ചെയ്ത് പോകുന്നു. ദെൻ പ്രിയ ഡ്രാഗ്ഡ് ഹേഴ്സെൽഫ് ടു ഹെർ ഫീറ്റ് വിത്ത് ഗ്രേറ്റ് എഫേർട്ട്. വളരെ കഷ്ടപ്പെട്ട് അവൾ എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സുകൾ പലയിടത്തായിട്ട് കിടക്കുകയാണ്. അതിന് എങ്ങനെയൊക്കെ അവൾ തപ്പിപ്പിടിച്ചെടുത്തിട്ട് ഒന്ന് തലയും ഒന്ന് മുടിയൊന്ന് മാറ്റി ഒന്ന് ഒതുക്കി വെച്ചിട്ട് ആ ഡ്രസ്സിനകത്തേക്ക് അവൾ ഇറങ്ങുകയാണ്. വളരെ കഷ്ടപ്പെട്ട് ഡ്രസ്സും അവൾ ഇടുന്നുണ്ട്. വളരെ അൺഫെമിലിയർ രീതിയിൽ അവളുടെ ബോഡിയിൽ പല ഭാഗങ്ങളും നല്ല പെയിൻ തോന്നുന്നുണ്ട്. അവൾ തൻ്റെ ബൈസൈക്കിൾ അവിടെ കിടക്കുകയാണ്. സൈക്കിൾ അവൾ എടുത്തതിന് ശേഷം കുറച്ച് സമയം അതും കൊണ്ട് കുറച്ചുകൂടെ നടക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവൾ എങ്ങനെയൊക്കെ അതിൻ്റെ പുറത്ത് കയറിയിരുന്ന വീട്ടിലേക്ക് സൈക്കിൾ ഓടിച്ചു പോയി. വീട്ടിലെത്തിയ പ്രിയ ആരോടൊന്നും പറയുന്നില്ല. അവൾ സാധാരണ ചെല്ലുന്നത് പോലെ തന്നെ അമ്മ കിച്ചണിലാണ്, സിസ്റ്റർ ടി വിയുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അച്ഛൻ അതുവരെ എത്തിയിട്ടില്ല. പ്രിയ റൂമിലേക്ക് പോയി വാതിലടയ്ക്കുകയാണ്. അവൾ പല കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. വെൻ ഷി തോട്ട് അബൌട്ട് ഇറ്റ് അഗെയിൻ ഷി ഫെൽറ്റ് ലൈക്ക് ക്രൈയിങ്. ഡോണ്ട് ക്രൈ, വാട്ട്സ് ദ യൂസ് ഓഫ് ക്രൈയിങ്? ഷി ബിറ്റ് ഡൗൺ ഓൺ ഹെർ ലിപ്പ്. അവൾക്ക് കരയണമെന്നുണ്ട്, പക്ഷേ കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം? അവൾ അതുകൊണ്ട് തന്നെ കരച്ചിലൊക്കെ കടിച്ചമർത്തുന്നു. അടുത്ത ദിവസം സാധാരണ പോലെ പ്രിയ ഓഫീസിലേക്ക് പോകുന്നു. അവൾ എത്തുമ്പോഴേക്കും ഫ്രണ്ട് സ്റ്റെപ്പിൽ തന്നെ സഞ്ജീവും രവിയും നിൽക്കുന്നുണ്ട്. ആ മൂന്നാമത്തെ മനുഷ്യൻ അവിടെ ഇല്ല. ഈ 2 പേരും അവളെ വെയിറ്റ് ചെയ്തവിടെ നിൽക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി. അവർ അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്: യു ഹാഡ് ബെറ്റർ ഷട്ട് അപ്പ് എബൌട്ട് യെസ്റ്റർഡേ. ഇന്നലത്തെ കാര്യം ആരോടും പറയേണ്ട കാര്യമില്ല. രവി ഹിസ് സ്റ്റിയറിംഗ് ഇൻ ടു പ്രിയാസ് ഐസ്. യു വിൽ ബി ഫിനിഷ്ഡ് ഇഫ് യു സേ എനിത്തിങ് ടു എനി വൺ, നോട്ട് ജസ്റ്റ് യു ബട്ട് യുവർ ഫാമിലി ആസ് വെൽ. ഗെറ്റ് ഇറ്റ്? ഈ രീതിയിൽ അവളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. ആ സമയത്ത് പ്രിയ പറയുന്നുണ്ട് ഓഫ് കോഴ്സ്. ഈ സമയത്ത് സഞ്ജീവ് ചോദിക്കുന്നുണ്ട്: ഹൗ ഡിഡ് ഇറ്റ് ഫീൽ യെസ്റ്റർഡേ? ഈ ചോദ്യം കേട്ട് ഒരു നിമിഷം പ്രിയ ഒന്ന് ശാന്തമായിട്ട് നിന്നു. അതിനുശേഷം അവൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ മറുപടി പറയാണ്: യു വർ സിംപ്ലി നോട്ട് അപ് ടു ദ മാർക്ക്, ഷി കണ്ടിന്യൂഡ്, വാച്ചിങ് ഹിസ് സ്മോക്കിംഗ് ഫേസ് ഡാർക്കൺ ഇൻ ടു എ സ്കൗൾ. യു ഡോണ്ട് പാക്ക് എനഫ് പഞ്ച്. ഐ ഡോണ്ട് തിങ്ക് യു വിൽ എവർ ബി ഏബിൾ ടു റിയലി സാറ്റിസ്ഫൈ എ വുമൺ. ഒരു പെൺകുട്ടിയെ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട്
അവൾ രവിയോട് പറയാണ്, ബട്ട് ഐ ലൈക്ക് യു വെരി മച്ച്, യു ആർ എ റിയൽ മാൻ. ടച്ചിങ് ഹിസ് cheek lightly once and looking from one face to the other, both of which were in full of suspicion and consternation, she climbed the steps and walked away. ഇത് പറഞ്ഞതിന് ശേഷം അവൾ ഓഫീസിലേക്ക് സ്റ്റെപ്പ് കയറി പോകുന്നുണ്ട്. സഞ്ജീവും രവിയും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണ്. അവൾ ഓഫീസിൽ നിന്ന് തിരിച്ച് ഇറങ്ങിയ സമയത്തും പ്രിയ സൈക്കിളിൽ അവർ ടെലിഫോൺ ബൂത്തിൻ്റെ മുന്നിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. അവളവിടെ ഒരു നിമിഷം നിർത്തുന്നുണ്ട്. നിന്നതിന് ശേഷം സഞ്ജീവിനെ ഇഗ്നോർ ചെയ്തിട്ട് രവിക്ക് അവളൊരു ചിരി കൊടുക്കുന്നു. ഒന്ന് ചെറുതായിട്ട് ചിരിച്ചതിന് ശേഷം അവൾ സൈക്കിളോടിച്ച് പോകുന്നുണ്ട്. അന്ന് ആ ഇടുങ്ങിയ വഴിയിലൂടെ അവൾ സൈക്കിളോടിച്ച് പോകുന്ന സമയത്ത് അവൾ സാധാരണ തോന്നുന്ന ഒരു പേടിയാക്കുന്ന തോന്നിയില്ല. ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൾ അതുവഴി സൈക്കിളോടിച്ച് വീട്ടിലേക്ക് പോയി. അവൾ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ മൂന്നാമത്തെ പയ്യൻ. അവളെ കണ്ട സമയത്ത് അവനിങ്ങനെയാണ് പറയുന്നത്, ദ ബോയ് ബിഗാൻ ഹിസ് വോയിസ് ക്യൂറിങ്, ഐ ഡിഡ്ന്റ് മീൻ ടു, ഞാനങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഹിസ് ഐസ് വെൽഡ് അപ്പ്, പ്ലീസ് ഫോർഗീവ് മീ, ഐ ഡിഡ്ന്റ് മീൻ ടു ഗെറ്റ് ഇൻ ടു ദെയർ കമ്പനി, ഹി സോഫ്റ്റ്. വെൻ ഐ ടച്ച്ഡ് യു യെസ്റ്റർഡേ ഐ ഫെൽറ്റ് ഐ ഹാഡ് ലോസ്റ്റ് സംതിങ്. Without finishing what he was about to say, he sat there crying. ഇത് കണ്ടപ്പോഴേക്കും പ്രിയ അവനെ ഒന്ന് ആശ്വസിപ്പിച്ചിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ട്. അടുത്ത ആഴ്ച മുതൽ പ്രിയയുടെ റിവഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ്. പ്രിയ ചെയ്യുന്നത് എല്ലാ ദിവസവും സഞ്ജീവിൻ്റെ ബൂത്തിലേക്ക് പോകും. അവിടെ പോയിട്ട് തൻ്റെ കയ്യിലുള്ള എല്ലാ നമ്പറും നോക്കിയിട്ട് തൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും വിളിക്കും. അവിടെ ഇരുന്ന് കുറേ സമയം സംസാരിക്കും. പ്രിയയുടെ മുഖം ഓരോ പ്രാവശ്യം കാണുമ്പോഴും സഞ്ജീവിന് തോന്നുന്ന ഒരു ഇൻഫീരിയോറിറ്റി, അത് കാണുമ്പോൾ പ്രിയയ്ക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. അവൾ പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രയംഫുകൾ കിട്ടിയത് കൊണ്ട് അവൾ തൃപ്തിപ്പെടുകയാണ്. അതുപോലെ തന്നെ രവിയെ കാണുന്ന സമയത്തെല്ലാം അവൾ രവിയെ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. പ്രിയയുടെ ചിരി കാണുമ്പോൾ രവിക്ക് ശരിക്കും അസ്വസ്ഥതയാണ്. ഒരിക്കൽ രവി ചോദിക്കുന്നുണ്ട്, വൈ ഡു യു സ്മൈൽ എവറി ടൈം യു മീറ്റ് മീ? അപ്പോൾ പ്രിയ പറയുന്നത് ഇങ്ങനെയാണ്, ബിക്കോസ് ഐ ലവ് യു. ഹിസ് ഫേസ് ഹാർഡൻഡ്, യു ലൈക്ക് മീ? അവൾ ഡയറക്റ്റായിട്ട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. പ്രിയ രവിയോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, യെസ്, യു ആർ ദ സ്ട്രേഞ്ചർ വിത്ത് ലസ്റ്റ് ഇൻ യുവർ ഐസ് who has been haunting my thoughts. It was only later that I realized it was you. When you dominated me that day, it was a sense of shame that I felt at first, but then I began to love you. And I felt I had, without your ever becoming aware of it, dominated you with my liking. For me, the other's act of domination only provided a yardstick with which to measure you. Truly, in every sense, you are my first man. I don't know whether what I feel for you is love or not, but I am sure of one thing. However far I may go away from you, my blood and tears will cry for you, because you are my prison cell, one which I cannot afford to leave. അവർക്ക് രവിയോടുള്ള സ്നേഹം അത്രത്തോളം ഡീപ്പാണ്, സിൻസിയറാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ കേട്ടിട്ട് ശരിക്കും അന്തം വിട്ടിട്ടാണ് രവി നിൽക്കുന്നത്. അതിൽ പറഞ്ഞ പലതും അയാൾക്ക് മനസ്സിലായിട്ടുമില്ല. അതിനടുത്ത് വരുന്ന 2 ദിവസങ്ങളിൽ പ്രിയ ഓഫീസിലേക്ക് പോയില്ല. അതിൽ ഒന്നാമത്തെ ദിവസം പ്രിയ ഒരു നോവൽ വായിച്ച് അതിലങ്ങ് മുഴുകിയായിരുന്നു. 2ാമത്തെ ദിവസം തൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് സിസ്റ്റർ കോളേജിലേക്ക് പോയി കഴിഞ്ഞ് അമ്മയും ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് പ്രിയ ഒറ്റയ്ക്കായി. അവൾ അതുവഴി അങ്ങനെ വീട്ടിനകത്തൂടെ കുറച്ച് നേരം നടക്കുന്നുണ്ട്. അവൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ അവൾ കുറച്ച് നേരം പലതും ആലോചിച്ച് നടക്കുന്നുണ്ട്. അതിനുശേഷം അവൾ പുറത്തെ വരാന്തയിൽ കുറച്ച് നേരം ഇരിക്കുകയാണ്. ഈ സമയത്ത് പുറത്ത് ഗേറ്റ് തുറന്ന് ഒരു മോട്ടോർ ബൈക്ക് അകത്തേക്ക് വന്നത് രവിയായിരുന്നു. അവളൊന്ന് പുറത്ത് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷനിൽ നിന്നതുകൊണ്ട് പ്രിയ തന്നെ അയാളെ അകത്തേക്ക് വിളിച്ചു. അപ്പോൾ അവൾ അടുത്തേക്ക് വന്ന സമയത്ത് പ്രിയ ചോദിക്കുകയാണ്, ഹാവ് യു ബിഗൺ ടു ലവ് മീ? എന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയോ? അപ്പോഴും അയാൾക്കൊരു കൺഫ്യൂഷനാണ്, എന്ത് പറയണമെന്നറിയില്ല. രവി ഇങ്ങനെയാണ് പറയുന്നത്, യെസ്, ഐ ഹാവ് കം ടു റിയലൈസ് ദാറ്റ് ഐ ഡു ലവ് യു. അത് പറയുമ്പോഴും രവിക്കൊരു ഒരു കൺഫ്യൂഷനാണ്. പ്രിയ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഡിഡ് ദിസ് ലവ് ബിഗിൻ ദ ഡേ ഐ സ്ലാപ്ഡ് യു? നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അടിക്കുന്ന ദിവസമാണ് നിങ്ങൾക്ക് സ്നേഹം എന്നോട് തോന്നിയത്? അയാളൊന്ന് കൺഫ്യൂഷനോടെ ഒന്ന് തലപോയ്ക്ക് നോക്കുന്നുണ്ട്. പ്രിയയുടെ നോട്ടം കണ്ടപ്പോഴേക്കും ഹി ഫെൽറ്റ് അൺഈസി. ഡു യു മീൻ ടു ഗെറ്റ് യുവർ ബാക്ക് ഓൺ മീ? ആർ യു ട്രൈയിങ് ടു ഗോ അവേ ഫ്രം മീ? എനിവേ ഐ വിൽ ഗോ ഓൺ ലവിങ് യു ആൻഡ് ഗോ ഓൺ ഹേർട്ടിങ് ഇൻ മൈ ലവ്. പ്രിയ ഇത് പറയുന്ന സമയത്ത് രവിയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നുണ്ടാക്കി അവൾക്ക് കാണാൻ പറ്റി. ഒരു ചെറിയ കുഞ്ഞിനെ പോലെ രവി പൊട്ടി കരയാൻ തുടങ്ങി. ഈ സമയത്ത് പ്രിയ തനിക്ക് ആ ഒരു ദുർവിധി വന്ന ആ ഒരു ദിവസം അതിനെപ്പറ്റി ഓർത്തു. തൻ്റെ മനസ്സിലും ശരീരത്തിലും ഇപ്പോഴും ആ സ്റ്റെയിൻ ഉള്ളതായിട്ട് അവൾക്ക് തോന്നി. തൻ്റെ ആ ഒരു വിഷമം ഓർത്തിട്ട്, തൻ്റെ ഒരു ദുർവിധി ഓർത്തിട്ട്
പ്രിയയും കരയുന്നുണ്ട്. അവൾ പറയുന്നത് ഇങ്ങനെയാണ്, യുവർ ലവ് ഈസ് മൈ റിവെഞ്ച്. ഇത് കേൾക്കുന്നത് രവി ഒരു ഷോക്കിലാണ്. റൈസിങ് ഹിസ് ഫേസ്, രവി ലുക്ക്ഡ് അറ്റ് പ്രിയ ടെൻഡർലി. ദെൻ സ്ട്രെച്ചിങ് ഔട്ട് ഹിസ് ഹാൻഡ്സ് ഹി ടച്ച്ഡ് ഹെർ ടിയർ സ്റ്റെയിൻഡ് ചീക്സ് വൺസ് ആസ് ഇഫ് ടു കൺസോൾ ഹെർ. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനെന്ന രീതിയിൽ അവനൊന്ന് അവളുടെ കണ്ണീര് ഒന്ന് മാറ്റാനെന്ന രീതിയിൽ അവനൊന്ന് കൈ ഉയർത്തുന്നുണ്ട്. ആൻഡ് അഗെയിൻ ത്രൂ ഹെർ ബോഡി ഷി ഫെൽറ്റ് രവീസ് ഫിംഗേഴ്സ് റിട്രാക്റ്റിംഗ് ഇൻ ഷോക്ക് ആസ് ഇഫ് ദേ ഹാഡ് ബീൻ സിയർഡ് ബൈ ദ വെരി ടച്ച് ഓഫ് ഹെർ ബോഡി. എന്നാൽ അതിന് പറ്റാതെ അവൻ പെട്ടെന്ന് കൈ വലിക്കുന്നതായിട്ട് പ്രിയയ്ക്ക് മനസ്സിലായി. അത് തന്നെയായിരുന്നു പ്രിയ ഉദ്ദേശിച്ച ഒരു റിവെഞ്ചും. ഈ ഒരു രീതിയിലാണ് പ്രിയ തന്നെ ഉപദ്രവിച്ച ആ രണ്ടുപേരോടും, സഞ്ജീവിനോടും രവിയോടും തൻ്റെ റിവെഞ്ച് എടുക്കുന്നത്. ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന സമ്മറി ഒന്ന് വായിച്ചു നോക്കാം. ഫയർ, translated by R.K. Jayashree, is the story of an extraordinary rape survivor who refuses either to be victimized or protected or to be treated with pity or contempt. She expects no one, family, society, or the government machinery, to petition and seek redress for her or bring the culprits to book. Rather, she shoulders the responsibility of punishing the criminals on her own and finds a novel way for taking revenge. Instead of seeking public measures of meting out punishment, she works subtly, chipping away at their self-image and self-confidence, thus inflicting more intense and enduring damage than any legal measure can possibly bring upon them. ഈ ഒരു കഥ, ഫയർ അല്ലെങ്കിൽ അഗ്നി എന്ന് പേരിരിക്കുന്ന ഈ ഒരു കഥ, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് R.K. ജയശ്രീയാണ്. ഈ കഥയുടെ ഒരു എക്സ്ട്രാ ഓർഡിനറി ഫീച്ചർ എന്ന് പറയുന്നത്, ഇതിൽ ആ എന്താണ് റേപ്പ് സർവൈവർ അവരുടെ ഒരു റിവഞ്ചാണ്. സൊസൈറ്റിയിൽ ഒരു മെഷീനറിയും അവർ സപ്പോർട്ടിനായിട്ട് വിളിക്കുന്നില്ല. ഫാമിലിയോ സൊസൈറ്റിയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെയോ ഒന്നും തന്നെ തൻ്റെ പ്രതികാരം തീർക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനായിട്ട് അവൾ ഉപയോഗിക്കുന്നില്ല. പകരം അവൾ സ്വയം തന്നെ ആ ഒരു അവളെ ഉപദ്രവിച്ച ആ ക്രിമിനൽസിനെ അവൾ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ആ പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഏതൊരു സോഷ്യൽ സിസ്റ്റം അനുസരിച്ചുള്ള ഒരു പണിഷ്മെൻറ്റിനേക്കാളും ഉപരിയായിട്ട് അവരുടെ സെൽഫ് കോൺഫിഡൻസും അവരുടെ സെൽഫ് ഇമേജും അവർക്ക് സഹിക്കാൻ പറ്റാത്തതിനേക്കാളും വലിയൊരു ഡാമേജ് അവരുടെ മൈൻഡിന് നൽകിക്കൊണ്ടാണ് അവൾ റിവെഞ്ച് ഫുൾഫിൽ ചെയ്യുന്നത്. ഈ ഒരു ടൈറ്റിൽ, ആ ഫയർ എന്ന് പറയുന്ന ടൈറ്റിലിന് ധാരാളം സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദ ടൈറ്റിൽ അലൂഡ്സ് വേരിയസ്ലി ടു ദ ഫയർ ഓഫ് ലസ്റ്റ് ഇൻ സഞ്ജീവ്, ദ ഫയേഴ്സ് ഓഫ് ലസ്റ്റ് ആൻഡ് റിവെഞ്ച് ഇൻ രവി, and the fire of revenge in Priya. Of these, the fire within Priya is the most significant one. It not only indicates a powerful trait in her personality, but also indirectly points to the many flaws in the society they live in. Although the narrator does not mention it, Priya's proactive measures of revenge possibly come from her perception of a dysfunctional law and order system in the land, the corrupt ways of the judiciary, the insensitivity of the media and the judgmental attitude of the society. ഈ സ്റ്റോറിയിൽ ഫയർ എന്ന് പറയുന്നത് സഞ്ജീവിനെ സംബന്ധിച്ചിടത്തോളം അത് ലസ്റ്റാണ്, ഫയർ ഓഫ് ലസ്റ്റ് ആയിരുന്നു. എന്നാൽ രവിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് ലസ്റ്റും റിവെഞ്ചും ഉണ്ടായിരുന്നു. അപ്പോൾ തന്നോട് മോശമായിട്ട് പെരുമാറിയതിന് പ്രിയ അയാളെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ അടിക്കുകയും ബസ്സിൽ വെച്ച് അടിക്കുകയും അത് അയാൾക്കൊരു പബ്ലിക് ഇൻസൾട്ട് ആവുകയും ആ ഒരു റിവെഞ്ച് അയാൾ ഉള്ളിൽ സൂക്ഷിക്കുകയും അത് ഒരു ഫയറായിട്ട് അയാൾ പിന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ആ ഫയർ എന്ന് പറയുന്നത് ലസ്റ്റും റിവെഞ്ചും കൂടി ചേർന്നായിരുന്നു. എന്നാൽ പ്രിയയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിൽ ആ ഒരു ഫയർ എന്ന് പറയുന്നത് റിവെഞ്ചാണ്. അത് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആ ഒരു ഫയർ എന്ന് പറയുന്നത് പ്രിയയ്ക്ക് ഉള്ളിൽ അവൾ ഡെവലപ്പ് ചെയ്തെടുത്ത ആ ഒരു റിവെഞ്ച് എന്ന ഫയറായിരുന്നു. ആ ഒരു ഫയർ എന്ന് പറയുന്നത് അവൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്ത അവളുടെ തന്നെ ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു. എന്തുകൊണ്ടാണ് പ്രിയ ഈ ഒരു രീതിയിൽ അവളുടെ റിവെഞ്ച് എടുക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രിയയ്ക്ക് അറിയാമായിരുന്നു സൊസൈറ്റിയിലെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം എങ്ങനെയാണ്, ജുഡീഷ്യറി കറപ്റ്റാണ്, ആ മീഡിയ എത്രത്തോളം ഇൻസെൻസിറ്റിവിറ്റി ഉള്ളതാണ്, ആ ഒരു സൊസൈറ്റിയുടെ ജഡ്ജ്മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് പ്രിയ ഈ രീതിയിൽ തൻ്റെ റിവെഞ്ച് ഫുൾഫിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഥ വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു കഥയാണെന്ന് പറയുന്നത്. ഒരുപാട് ഡിബേറ്റുകൾക്കും ഡിസ്കഷനും വഴിവെച്ച ഒരു സ്റ്റോറിയാണ് ഫയർ. ഫെമിനിസ്റ്റ് ക്രിട്ടിക്കായിട്ടുള്ള സാറ ജോസഫ് പോലും ശരിക്കും ഈ ഓഥറെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രൊട്ടാഗണിസ്റ്റ് പ്രിയ തന്നെ റേപ്പ് ചെയ്ത ആ അവരുടെ മസ്കുലിറ്റിയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പ്രിയ തന്നെ കൺസിഡർ ചെയ്യുന്നത് വളരെ ഹ്യൂമിലേറ്റഡ് ആയ ഒരു വുമണായിട്ടാണ്. എങ്കിൽ പോലും അവൾ ആ മനുഷ്യരെ അവളെ റെഡിക്യൂൾ ചെയ്യുന്നു. അവരുടെ മസ്കുലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്ത് അവരെ റെഡിക്യൂൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്.
വേറെ ഒരു കഥകളിലും ഒരു നറേറ്റിലും കാണാത്ത രീതിയിലുള്ള ആ ഒരു ഹെജിമോണി മെയിൽ വേർഡിനെ തന്നെ റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിലൊരു കഥയാണ് നമ്മളിന്ന് വായിച്ചു കേട്ടായി പഠിച്ചത് അഗ്നി എന്നുള്ള ഈ കഥ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.